വെൽക്കം ടു ഗ്രേഡിയൻറ്റ് ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ എന്ന മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ അഞ്ചാമത്തെയും അവസാനത്തെയും ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. സോ ലെങ്ത് ഒരല്പം കൂടുതലായിരിക്കും. നമ്മൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ തീരുന്നതോടുകൂടി നമ്മുടെ ഓണപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ആദ്യ 3 ചാപ്റ്റേഴ്സ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ ചാപ്റ്ററിനുമായി ബന്ധപ്പെട്ട് വരുന്ന ലേറ്റസ്റ്റ് അസസ് ഭാഗത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള പ്ലേലിസ്റ്റിൽ പോവുക. പ്ലേലിസ്റ്റിൽ എല്ലാ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. അതുപോലെ നോട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ജോയിൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തുടങ്ങാമല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്കാറ്ററിങ് എന്നൊരു കാര്യം പറഞ്ഞാണ് നിർത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മളെ പറ്റിയിട്ടാണ്, നമ്മുടെ കാഴ്ചയെ പറ്റിയിട്ടാണ്, അല്ലേ? ഐ ആൻഡ് വിഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കാണാൻ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ സെൻസറി ഓർഗൻ എന്ന് പറയുന്നത് എന്തുവാണ്? അത് നമ്മുടെ കണ്ണുകളാണ്, അല്ലേ? ഹ്യൂമൻ ഐ ആണ് കാണാൻ സഹായിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ആദ്യം പഠിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കണ്ണിൽ ഒരു ലെൻസ് ഉണ്ട്. അത് ഏത് ലെൻസാണ്? നമ്മുടെ കണ്ണിൽ ഉള്ള ലെൻസ് ഏതെന്ന് ചോദിച്ചാൽ ദാ ഈ കാണുന്നതാണ് നമ്മുടെ കണ്ണിനകത്തുള്ള ലെൻസ് എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ ബാക്കി സ്ട്രക്ചറിലോട്ടൊന്നും ഫിസിക്സ് ആയതുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. എങ്കിലും 1-2 ആൾക്കാരെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അവരെ പറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഈ ഒരു ആക്ടിവിറ്റിയിലോട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കട്ടെ, കണ്ണിലുള്ള ലെൻസ് ഏതാണ്? നമ്മുടെ കണ്ണിനകത്ത് കാണുന്ന ലെൻസ്. ഈ ലെൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് ഈ ഒരു ഷേപ്പുമായിട്ട് സാമ്യതയുണ്ട്, അല്ലേ? അപ്പോൾ ഏതാണത്? അതൊരു കോൺവെക്സ് ലെൻസാണ്, അല്ലെ? എന്ത് ലെൻസാണ്? കോൺവെക്സ് ലെൻസാണ്. അപ്പോൾ എന്താ ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പ്രത്യേകത? എന്ത് തരം ലെൻസാണ് കോൺവെക്സ് ലെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? അത് കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ? ഡൈവേർജിങ് എന്ന് പറഞ്ഞാൽ നോക്കിക്കോ, ഏതാണ്? അത് കൺവേർജിങ് ആണ്, അല്ലേ? ഏതാണത്? കൺവേർജിങ് ലെൻസാണ് കോൺവെക്സ് ലെൻസുകൾ. എന്താ കൺവേർജിങ് എന്ന് വെച്ചാൽ? വരുന്ന പ്രകാശത്തെ ഒരു പോയിന്റിലേക്ക് കൂട്ടിച്ചേർക്കുന്ന സ്വഭാവമുള്ള ലെൻസുകളാണ് കൺവേർജിങ് ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രശ്നം വരുന്ന കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ക്യാമറയിൽ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, നമുക്ക് അടുത്തുള്ള ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് പെട്ടെന്ന് ക്യാമറ ഓൺ ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും. എന്നാൽ ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ നമ്മളതിനെ സൂം ചെയ്യണം. വേണോ വേണ്ടേ? ഇനി നിങ്ങൾ ഈ DSLR ക്യാമറകൾ, അല്ലെ ഈ കറക്കുന്ന DSLR ക്യാമറാമാൻമാരെ കയ്യിരിക്കുന്ന ക്യാമറ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലും ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും, അല്ലേ? ലെൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിന് നമ്മളിങ്ങനെ കറക്കിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ക്രിക്കറ്റുകളെയൊക്കെ കാണുമ്പോൾ ഈ പറയുന്ന ക്രിക്കറ്റുകളെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന ക്യാമറ ലെൻസ് കണ്ട് അറിയാൻ പറ്റുമല്ലോ. ഈ ഒരു നീളം വരുന്ന ഭയങ്കര വലിയ ലെൻസ് വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നത് കാണുന്നത്. അപ്പോൾ ഈ ലെൻസിന് നമുക്ക് ഒബ്ജക്റ്റുകളെ ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ അതിൻ്റെ ഫോക്കസ് എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം നമ്മുടെ കണ്ണിനകത്തും ഈ പ്രോസസ്സ് നടക്കുന്നുണ്ട്. സോ അത് ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ഈ പറയുന്ന ലെൻസ്. ഈ ലെൻസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ജെല്ലി ലൈക്ക് മെറ്റീരിയലാണ്. ഓക്കെ, ഒരു ജെല്ലി ലൈക്ക് മെറ്റീരിയലാണ്. ട്രാൻസ്പാരൻ്റ് ആണ്, ഒരു ജെല്ലി ലൈക്ക് മെറ്റീരിയലാണ്. എന്ന് വെച്ചാൽ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അത് ഫ്ലെക്സിബിൾ ആണെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു റബ്ബർ. ഓക്കെ, റബ്ബർ എന്ന് പറയുന്ന സാധനം നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ വണ്ണം കൂടും, അല്ലെ? നമ്മൾ ഇറേസർ, റബ്ബർ എന്ന് പറയത്തില്ല, നിങ്ങൾ ഇറേസർ എന്ന് പറയുന്ന സാധനം നോക്കി, അതൊരു ഒരു ജെല്ലി ടൈപ്പ് അല്ലെങ്കിൽ ഒരു അനങ്ങുന്ന ടൈപ്പ് സ്ക്വിഷി ആയിട്ടുള്ളൊരു സാധനമാണ്, അല്ലേ? നമ്മളതിൻ്റെ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ വണ്ണം കൂടും, വിട്ട് കഴിഞ്ഞാൽ തിരിച്ചു പോകും. ആ ഒരു ലോജിക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. അതുപോലെയാണ് നമ്മുടെ കണ്ണിലെ ലെൻസ് എന്നും തൽക്കാലത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആരാ കണ്ണിൻ്റെ ഈ ലെൻസിനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കറയും ചെയ്യുന്നത്? അതിനൊരു മസിൽ വേണം. ആ മസിലിൻ്റെ പേരാണ് സീലിയറി മസിൽസ്. എന്തുവാണ്? സീലിയറി മസിൽസ്. ഇതാ കണ്ടോ, സീലിയറി മസിൽസ്. ഇതാ ഇവിടെ ഈ ലെൻസിനെ സപ്പോർട്ട് ചെയ്ത ഈ കറുത്ത് നിറത്തിൽ കാണുന്ന ഇതാണ് എന്തെന്ന് പറയുന്നത്, സീലിയറി മസിൽ എന്ന് പറയുന്നത്. അപ്പോൾ മസിലാണ്, അതിന് ഇലോങ്ങേറ്റ് ചെയ്യാനും കോൺട്രാക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ അതിങ്ങനെ ആവുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ലെൻസിൻ്റെ പവറും എന്ത് ചെയ്യും, മാറും. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഈ ചാപ്റ്ററിൽ ഈ പറയുന്ന ടോപ്പിക്കിലോട്ട് പോകാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, കണ്ണിലുള്ള ലെൻസ് എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് ലെൻസാണ്, അതായത് ഒരു കൺവേർജിങ് ലെൻസാണ്. അത് ഉണ്ടാക്കിയിട്ടുള്ളത് ജെല്ലി പോലത്തെ മെറ്റീരിയലാണ്. അതിനെ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്, സീലിയറി മസിലുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മസിൽ മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഫോക്കസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ എന്താണ്, അതിൻ്റെ പവർ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ എന്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും, പവർ ചേഞ്ച് ചെയ്യാൻ പറ്റും സീലിയറി മസിൽസ് മാറുന്നതിനനുസരിച്ച്. ഇനി കാഴ്ച നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈറ്റ് റേസ് ഉണ്ടല്ലോ, പ്രകാശം. ഈ ലൈറ്റ് റേസ് വന്ന് നമ്മുടെ ലെൻസിൽ തട്ടിയിട്ട് അത് വന്ന് ഫോക്കസ് ചെയ്യും. എങ്ങോട്ട് ഫോക്കസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തോട്ട് ഫോക്കസ് ചെയ്യും. ആ സ്ഥലത്തിനൊരു പേര് പറയും, അതിൻ്റെ പേരാണ് റെറ്റിന. ഈ റെറ്റിനയിൽ ഒരുപാട് നെർവുകളുണ്ട്.
ഈ നെർവുകൾ എന്ന് പറയുന്നത് ലൈറ്റ് സെൻസ് ചെയ്യാൻ കഴിവുള്ള നെർവുകളാണ്. സെൻസറി ന്യൂറോൺസിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് ബയോളജിയിൽ. അപ്പോൾ ഈ ലൈറ്റ് വന്ന് വീഴുന്നതിനനുസരിച്ചാണ് ഇവിടുന്ന് എന്ത് ചെയ്യുന്നത്, ഇമ്പൾസുകൾ ഉണ്ടായിട്ട് ഒപ്റ്റിക് നെർവ് വഴി അത് എങ്ങോട്ട് പോകും, നമ്മുടെ ബ്രെയിനിലോട്ട് പോകും. അങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റിനെ കാണുന്നത്. ബ്രെയിനിൽ വെച്ചിട്ടാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത്. നമ്മൾ പാർട്സ് ഓഫ് എവല്യൂഷൻ ബയോളജി ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. സെൻസറി നെർവുകൾ നേരെ പോയിട്ട് സെൻട്രൽ നെർവ് സിസ്റ്റം വഴി അങ്ങനെ ഇങ്ങോട്ട് പോകും, ബ്രെയിനിലോട്ട് പോകും എന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെയാണ് നടക്കുന്നത്. അപ്പോൾ കണ്ണിൻ്റെ ഫംഗ്ഷൻ ഞാനൊന്ന് സിമ്പിളായിട്ട് പറഞ്ഞു തരികയാണ്. ഒരു കണ്ണിനെ സംബന്ധിച്ചിടത്തോളം മെയിൻ ഭാഗമെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ലെൻസ് ഉണ്ട്. ആ ലെൻസ് എന്ന് പറയുന്ന ഒരു കോൺവെക്സ് ലെൻസാണ്. ഈ കോൺവെക്സ് ലെൻസിനെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുള്ള ഒരു മസിലുണ്ട്. അത് മുകളിലും താഴെയായിട്ടുണ്ട്. ആ മസിലിൻ്റെ പേരാണെന്ത്, സീലിയറി മസിൽ. എന്തുവാണ്, സീലിയറി മസിൽ. ഇനി ഇതിനകത്തോട്ട് പ്രകാശം വരുന്നത് കൺട്രോൾ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഓട്ടയുണ്ട്. ഈ ഓട്ടയുടെ പേരാണെന്ത്, പ്യൂപ്പിൾ. എന്താണ്, പ്യൂപ്പിൾ എന്ന് പറയും. ഈ ഒരു ഹോളിൻ്റെ പേരാണ് പ്യൂപ്പിൾ, നമ്മുടെ കണ്ണിലെ പ്യൂപ്പിൾ. ഈ പ്യൂപ്പിളിൻ്റെ വലിപ്പം കൺട്രോൾ ചെയ്യുന്നതിന് ഇവിടെ ഒരു സാധനമുണ്ട്. അതിൻ്റെ പേര് ഐറിസ് എന്നാണ്. കണ്ണിൻ്റെ കൃഷ്ണമണി എന്ന് നമ്മൾ പറയും. എന്തെന്ന് പറയും, കണ്ണിൻ്റെ കൃഷ്ണമണി എന്ന് പറയും. ഓക്കെ, ഇതാണ് ഐറിസ്. അതായത് ലൈറ്റ് ഈ ഒരു ഓട്ടയ്ക്കകത്തൂടെയാണ് എന്ത് ചെയ്യുന്നത്, ലെൻസിലേക്ക് വന്ന് വീഴുന്നത്. അങ്ങനെ ലെൻസിലേക്ക് വന്ന് വീഴുന്ന ലൈറ്റിന് എന്ത് സംഭവിക്കും, ഈ ലൈറ്റ് ഒരു പോയിന്റിലേക്ക് വന്ന് ഫോക്കസ് ചെയ്യും. ഈ ഫോക്കസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ കണ്ണിലെ റെറ്റിന എന്ന് പറയുന്നത്. ഈ റെറ്റിനയിൽ ഒരുപാട് ലൈറ്റ് സെൻസ് ചെയ്യാൻ കഴിവുള്ള എന്തുണ്ട്, നെർവുകളുണ്ട്, സെൻസറി ഓർഗൻസ് ഉണ്ട്. ഇതെന്ത് പറ്റും, വീഴുന്ന ലൈറ്റിനെ എന്തായിട്ട് മാറ്റും, ഇലക്ട്രിക്കൽ ഇമ്പൾസുകളായിട്ട് മാറ്റിയിട്ട് ഇതുവഴി പോകുന്ന ഒപ്റ്റിക് നെർവ് വഴി നമ്മുടെ ബ്രെയിനിലേക്ക് അയക്കും. അങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റിനെ കാണുന്നത്. ഇത്രയൊക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് സംഭവം. ഇത് നടക്കുമ്പോഴാണ് നമ്മൾ ഒബ്ജക്റ്റിനെ കാണുന്നത്. സെറ്റ്. ഇനി നോക്കിക്കോ, ഐ ആൻഡ് വിഷനിൽ നമുക്കൊരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു കോൺവെക്സ് ലെൻസ് എടുക്കുക. കാരണം നമ്മുടെ കണ്ണിനകത്തുള്ളത് ഒരു കോൺവെക്സ് ലെൻസ് ആണ്. അവിടെ നിന്നിട്ട് ഒരു 10 ഈ പറയുന്ന ഈ പറയുന്ന ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 10 സെൻറ്റിമീറ്റർ ആണ്. എത്രയാണ്, 10 സെൻറ്റിമീറ്റർ അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയും. അവിടെ നിന്ന് 20 സെൻറ്റിമീറ്റർ മാറി ഒരു ഒബ്ജക്റ്റിനെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ സ്ക്രീനിനെ ദൂരെ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൃത്യം ലെൻസിൽ നിന്നും 10 സെൻറ്റിമീറ്റർ എത്തുമ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് ഈ പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഇമേജ് കാണാനായിട്ട് പറ്റും. ഇനി ഒബ്ജക്റ്റിനെ ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ അനക്കുകയോ അല്ലെങ്കിൽ ഈ സ്ക്രീനിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ അനക്കുകയോ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഇമേജിൻ്റെ ക്വാളിറ്റി കുറയും, ഫോക്കസ് ഔട്ട് ആവും. അപ്പോൾ വീണ്ടും ഫോക്കസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, മറ്റൊരു ലെൻസിനെ കൊണ്ടുവന്ന് വയ്ക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഒബ്ജക്റ്റിനെ ഞാനൊരു കുറച്ച് ദൂരം മാറ്റി, ഒരു 30 സെൻറ്റിമീറ്ററിലോട്ട് മാറ്റിയെങ്കിൽ ഞാൻ ഇവിടെ 10 സെൻറ്റിമീറ്റർ ഫോക്കസ് ഉള്ള ലെൻസ് മാറ്റിയിട്ട് ഞാൻ വേറൊരു ലെൻസ് കൊണ്ട് വെച്ചാൽ എനിക്ക് ഇവിടുത്തെ സ്ക്രീനിൽ എന്ത് കിട്ടുള്ളൂ, കറക്റ്റ് ഒരു ഇമേജ് കിട്ടുള്ളൂ. പറഞ്ഞ കാര്യം മനസ്സിലായോ? നിങ്ങളടുത്ത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സ്പെരിമെൻ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പറയുന്ന ലെൻസ് ഉണ്ടല്ലോ, ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും നമുക്കിവിടെ എന്ത് കിട്ടുന്നത്, ഇമേജ് കിട്ടുന്നത്. എന്ത് മാറുമ്പോൾ, ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്ന ദൂരം മാറുമ്പോൾ. അപ്പോൾ കണ്ണിനകത്തും ഇതേ കാര്യം ചെയ്യണം. ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞു തന്നു കഴിഞ്ഞു. കണ്ണിനകത്തുള്ള പവർ എന്ന് പറയുന്നത് ഒരുപോലെയല്ല. നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാരനെ നോക്കുന്നു, അടുത്ത സെക്കൻഡിൽ നിങ്ങൾ ദൂരെ നിൽക്കുന്ന ടീച്ചറിനെ നോക്കുന്നു. വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ കണ്ണ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ അടുത്തിരിക്കുന്ന ആളെയും ദൂരെ ഇരിക്കുന്ന ആളെയും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാം ആരുടെ സഹായത്തോടു കൂടിയാണ്, അത് നമ്മുടെ സീലിയറി മസിലുകളുടെ സഹായത്തോടു കൂടിയാണ്. ആരുടെ സഹായത്തോടു കൂടിയാണ്, സീലിയറി മസിലുകളുടെ സഹായത്തോടു കൂടിയാണ് കണ്ണ് എന്ത് ചെയ്യുന്നത്. കണ്ടോ, അടുത്തിരിക്കുന്നതിനെയും ദൂരെ നിൽക്കുന്നതിനെയും ശരബട ഫോക്കസ് ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്, സീലിയറി മസിൽസും കണ്ണിൻ്റെ ലെൻസും അറേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ പ്രോസസ്സിനെ ഒരു പേര് പറഞ്ഞ് വിളിക്കും. അതിൻ്റെ പേരെന്താണെന്നറിയാവോ? അതിൻ്റെ പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ. എന്താണ് പവർ ഓഫ് അക്കോമഡേഷൻ? എന്താ പവർ ഓഫ് അക്കോമഡേഷൻ? കണ്ണിൻ്റെ ഒരു കഴിവാണ്. ദ എബിലിറ്റി ഓഫ് ദ ഐ ടു ചേഞ്ച് ദ കർവേച്ചർ ഓഫ് ദ ലെൻസ് ആൻഡ് അഡ്ജസ്റ്റ് ദ ഫോക്കൽ ലെങ്ത് സോ ദാറ്റ് ദ ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ് ഓൾവേസ് ഫോൾസ് ഓൺ ദ റെറ്റിന റിഗാർഡ്ലെസ് ഓഫ് ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ദ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ആൻ ഐ. സംഭവം മനസ്സിലായി കാണുമല്ലോ. എന്താണ്, അടുത്തിരിക്കുന്ന ഒബ്ജക്റ്റിനെ നോക്കുമ്പോഴും ദൂരെ ഇരിക്കുന്ന ഒബ്ജക്റ്റിനെ നോക്കുമ്പോഴും അടുത്തിരിക്കുന്ന ഒബ്ജക്റ്റിനെ നോക്കുമ്പോഴും ദൂരെ ഇരിക്കുന്ന ഒബ്ജക്റ്റിനെ നോക്കുമ്പോഴും നമ്മുടെ റെറ്റിന ഇരിക്കുന്ന ദൂരം മാറുന്നുണ്ടോ? ഇല്ല. റെറ്റിന ഇരിക്കുന്ന ദൂരം മാറുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അടുത്തിരിക്കുന്ന ലെൻസിൽ ഒബ്ജക്റ്റിൽ വരുന്ന ലൈറ്റിനെയും കൃത്യം റെറ്റിനയിലോട്ട്, ദൂരെ നിന്ന് വരുന്നതിനെയും റെറ്റിനയിലോട്ട് ഫോക്കസ് ചെയ്യണമെങ്കിൽ ഈ ഇരിക്കുന്ന ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, സമയത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആരാണ്? നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം അതാരാണ്. അത് സീലിയറി മസിലാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ആരാ അഡ്ജസ്റ്റ് ചെയ്യുന്നത്?
സീലിയറി മസിലാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് വിളിക്കുന്നത്. പവർ ഓഫ് അക്കോമഡേഷൻ കണ്ണിൻ്റെ കഴിവാണ്. എന്തിനുള്ള കഴിവ്? അടുത്തിരിക്കുന്ന ഒബ്ജക്റ്റിനെയും അതുപോലെ ദൂരെ ഇരിക്കുന്ന ഒബ്ജക്റ്റിനെയും കാണാൻ വേണ്ടിയിട്ട് കണ്ണിലെ ലെൻസിൻ്റെ പവർ അതെന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ആരുടെ സഹായത്തോടെ? സീലിയറി മസിലിൻ്റെ സഹായത്തോടെ. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ. അങ്ങനെ നമ്മുടെ ഒരു നോർമൽ ഐസൈറ്റ് എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കും. അതായത് ദൂരെ നിന്ന് വരുന്ന ലൈറ്റ് റേസ് കറക്റ്റ് ലെൻസിൽ തട്ടിയിട്ട് എന്ത് പറ്റും? റെറ്റിനയിൽ വരും. അടുത്ത് നിന്ന് വരുന്ന ലൈറ്റ് റേസിനെയും കൃത്യം എങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും? റെറ്റിനിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ദൂരെ അടുത്ത് എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നോർമൽ വിഷൻ എന്ന് പറയുന്നത്. സെറ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അടുത്തിരിക്കുന്ന ഒബ്ജക്റ്റുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ എത്ര അടുത്ത് വരെ? ഞാൻ എൻ്റെ മൂക്കിൻ്റെ ഇവിടെ കൊണ്ടുവച്ച് ഞാൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുമോ? ഇല്ല, തലവേദനിക്കും അല്ലേ നമുക്കിങ്ങനെ നോക്കുമ്പോൾ. സോ നമ്മുടെ കണ്ണിൽ നിന്നൊരു മിനിമം ദൂരത്തിൽ കൊണ്ടുവച്ചാലേ നമുക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. പണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ബുക്കൊക്കെ വായിക്കുമ്പോൾ മുഖത്തോട് ചേർത്ത് വെച്ച് ഇങ്ങനെ അടുത്ത് വെച്ച് വായിക്കാൻ പാടില്ല. അത് കണ്ണിന് സ്ട്രെയിനാണ്. നമ്മളൊരു മിനിമം ഒരു ദൂരം പിടിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? വായിക്കാനെന്ന് പറയും. സോ നമ്മുടെ കണ്ണിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതായത് കണ്ണിൽ നിന്നും ഒരു മിനിമം ദൂരം മാറിയിട്ടേ നമുക്ക് ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ മിനിമം ദൂരത്തിന് നമ്മളൊരു പേര് പറഞ്ഞ് വിളിക്കും. അതിൻ്റെ പേരാണ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ. ഓക്കെ, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നല്ല വൃത്തിയായിട്ട് ഒരു ഒബ്ജക്റ്റിനെ കാണാനായിട്ട് വേണ്ട മിനിമം ദൂരം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 25 സെൻറ്റിമീറ്ററാണ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ളൊരു ചോദ്യമാണിത്. അപ്പോൾ എന്താണ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എന്ന് വെച്ചാൽ? ഒരു ഒബ്ജക്റ്റിനെ കണ്ണിന് സ്ട്രെയിൻ ഒന്നും എടുക്കാതെ കൃത്യമായി ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടുത്ത ദൂരമാണ് എന്തെന്ന് പറയുന്നത്? ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എന്ന് പറയുന്നു. The nearest point at which an object can be seen clearly is the near point. For a healthy eyes ഇത് എത്രയായിരിക്കും? 25 സെൻറ്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന മാക്സിമം ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ ടെക്നിക്കലി അത് ഇൻഫിനിറ്റിയാണ്. അതായത് നിങ്ങൾ നക്ഷത്രങ്ങളെ കാണുന്നുണ്ടോ കണ്ണുകൊണ്ട്? അതെ. നക്ഷത്രങ്ങൾ ഇരിക്കുന്ന ഒരുപാട് ദൂരെയല്ലേ? അതെ. അപ്പോൾ ഒരുപാട് ദൂരേക്ക് നമുക്ക് കാണാൻ പറ്റത്തില്ലേ? പറ്റും. അതിന് നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറയും. അതിനെന്ത് പേര് പറഞ്ഞ് വിളിക്കും? അതിനെ ഫാർ പോയിന്റ് വിഷൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഫാർ പോയിന്റ്. അപ്പോൾ സ്ട്രെയിൻ ഒന്നുമില്ലാതെ എത്ര അടുത്തുള്ള ഒരു ഒബ്ജക്റ്റിനാണ് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് 25 സെൻറ്റിമീറ്റർ ആണ്. ആ ദൂരത്തെ എന്ത് പേര് പറഞ്ഞാൽ വിളിക്കുന്നത്? നിയർ പോയിന്റ് വിഷൻ എന്നാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് വിളിക്കും? ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എന്ന് പറയും. എന്ത് പറയും? നിയർ പോയിന്റ് വിഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എന്ന് പറയും. ഇനി ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം നമുക്ക് അത്യാവശ്യം നല്ല ദൂരമുള്ളത് കാണാൻ പറ്റും. നക്ഷത്രങ്ങളെ ആലോചിച്ചാൽ മതി. അത് ഇൻഫിനിറ്റിയാണ്. അതിനെ വിളിക്കുന്ന പേര് ഫാർ പോയിന്റ് വിഷൻ. അപ്പോൾ ഇനിയാണ് പ്രശ്നം വരുന്നത്. നിയർ പോയിന്റ് ഫാർ പോയിന്റും ഒക്കെ സെറ്റായി. ഇതാ പവർ ഓഫ് അക്കോമഡേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനിയാണ് പ്രശ്നം. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു സാധനം വയ്ക്കത്തില്ലായിരുന്നു അല്ലേ? അപ്പോൾ ചില ആൾക്കാർക്ക് കണ്ണിന് ഇതുപോലെ കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ ഐ ഡിഫക്റ്റ് എന്ന് പറയും. കണ്ണിന് ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ട്. ആ ഡിഫക്റ്റ് എന്താണെന്നും ആ ഡിഫക്റ്റുകൾ നമുക്ക് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുമാണ് നോക്കാനായിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഒരാൾക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്. ചിലർക്ക് 25 സെൻറ്റിമീറ്ററും ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ചുകൂടി ദൂരം വെച്ചാൽ കൃത്യമായിട്ട് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കുഴപ്പമുള്ള ആൾക്കാരുണ്ട്. അതുപോലെ ഈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാലും നമുക്ക് ദൂരെയുള്ളതിന് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയും വരാറുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഐ ഡിഫക്റ്റ് എന്ന് പറയും. 3 ഐ ഡിഫക്റ്റുകളെ പറ്റിയിട്ടാണ് നമുക്ക് പറയാനുള്ളത്. അതിന് ഡിഫക്റ്റ് എന്ന് ഞാൻ ഹെഡിങ്ങിന് വേണ്ടി കൊടുത്തു എന്നേ ഉള്ളൂ. അത് വലിയൊരു കുഴപ്പമൊന്നുമല്ല, എനിക്കുള്ള പ്രശ്നം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഐയുടെ ഒരു പ്രശ്നം 3 എണ്ണമാണ് ഉള്ളത്. ഒന്ന്, ഷോർട്ട് സൈറ്റ് എന്ന് നമ്മൾ പറയുന്ന ഷോർട്ട് സൈറ്റഡ്നെസ് അഥവാ മയോപ്പിയ. പേരുകൾ കുറച്ച് പഠിച്ചു വയ്ക്കേണ്ടതാണ്. അതുപോലെ ലോങ് സൈറ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന ലോങ് സൈറ്റഡ്നെസ് അഥവാ ഹൈപ്പർ മെട്രോപ്പിയ. ഇനി പ്രസ് ബയോപ്പിയ, പ്രായമായ ആൾക്കാരിൽ കാണുന്ന പ്രസ് ബയോപ്പിയ. ഞാൻ പ്രായമായതും പ്രസ്സും പിയും ബിയും തമ്മിൽ കണക്ട് ചെയ്തോ നമുക്കത് പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണ് ഷോർട്ട് സൈറ്റ് എന്ന് വിളിക്കുന്ന മയോപ്പിയ, ലോങ് സൈറ്റ് എന്ന് വിളിക്കുന്ന ഹൈപ്പർ മെട്രോപ്പിയ, പ്രായമായവരിൽ കാണുന്ന പ്രസ് ബയോപ്പിയ. പ്രായമായവരിൽ കാണുന്ന പ്രസ് ബയോപ്പിയ എന്നിങ്ങനെ 3 ഡിഫക്റ്റുകളെ പറ്റി പഠിക്കണം. നമുക്കതിൽ ആദ്യം ആരെ പറ്റി നോക്കാം? ഷോർട്ട് സൈറ്റിനെ പറ്റി നോക്കാം. എന്താണ് ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഷോർട്ട് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് കൺഫ്യൂഷൻ്റെ ഒരു സമയമാണ് ഇനി അങ്ങോട്ട്. ഇത് എപ്പോഴും പിള്ളേർക്ക് കൺഫ്യൂഷൻ വരുന്നൊരു കാര്യം. എന്താണ് ഷോർട്ട് സൈറ്റ്? ഷോർട്ട് സൈറ്റ് നമുക്ക് അടുത്തുള്ളതാണോ കാണാൻ പറ്റുന്നത് അതോ ദൂരെയുള്ളതാണോ കാണാൻ പറ്റുന്നത് സംശയം വരും അല്ലേ? അപ്പോൾ ഷോർട്ട് സൈറ്റ് അസുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചോദിക്കും ഷോർട്ട് സൈറ്റ് എന്ന് വെച്ചാൽ അടുത്തുള്ള കാണാൻ പറ്റില്ല എന്ന് പഠിക്കും. അങ്ങനെയല്ല. ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് വെച്ചാൽ നമുക്ക് അടുത്തുള്ളത് കാണാൻ പറ്റും. അടുത്തുള്ളത് കാണാൻ പറ്റും,
ദൂരെയുള്ളത് കാണാനാണ് പറ്റാത്തത്. നിങ്ങൾ പലർക്കും ഉള്ളത് സത്യം പറഞ്ഞാൽ ഷോർട്ട് സൈറ്റാണ്. ദൂരെ ഇരിക്കുന്ന ബോർഡ് വായിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പലപ്പോഴും ഡോക്ടറെ കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് കണ്ണാടിയും വെച്ച് തരാറുണ്ട്. സോ ഷോർട്ട് സൈറ്റ് എന്ന് വെച്ചാൽ ഷോർട്ട് ആയിട്ടുള്ളത് കാണാൻ പറ്റും എന്നാണ്. ഷോർട്ട് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ കണ്ണിന് അടുത്തുള്ളത് കാണാൻ പറ്റും, ദൂരെയുള്ളതാണ് കാണാൻ പറ്റാത്തത്. അതിൻ്റെ മറ്റൊരു പേരാണ് മയോപ്പിയ. എന്തുവാണ്? മയോപ്പിയ. അപ്പോൾ എങ്ങനെ ഓർത്ത് വയ്ക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ മൈ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ കൈ ഇങ്ങനെയല്ലേ വയ്ക്കുന്നത്. എൻ്റെ എന്ന് പറയുമ്പോൾ മൈ, അടുത്ത്, ഞാൻ. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് കാണാൻ പറ്റുന്നത് മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റഡ്നെസ്. അപ്പോൾ എങ്ങനെ ഓർത്ത് വയ്ക്കണം? ഈ ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്, ഇതാണ് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് വയ്ക്കുക, ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്. എന്താണോ എഴുതി വെച്ചേക്കുന്നത് അത് കാണാൻ പറ്റും എന്ന് ആലോചിച്ചാൽ മതി. ഷോർട്ട് സൈറ്റിൽ ഷോർട്ടായിട്ടുള്ളത് കാണാൻ പറ്റും, ലോങ് സൈറ്റിൽ ലോങ്ങിലുള്ളത് കാണാൻ പറ്റും. സെറ്റാണ്. ഷോർട്ട് സൈറ്റിൽ ഷോർട്ടായിട്ടുള്ളത് കാണാൻ പറ്റും, ലോങ് സൈറ്റിൽ ലോങ് ആയിട്ടുള്ളത് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് സംഭവം. മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എന്താണ് ഷോർട്ട് സൈറ്റ് എന്ന് വെച്ചാൽ? ഷോർട്ടായിട്ടുള്ളത്, അതായത് എൻ്റെ അടുത്ത്. ഓക്കെ, എന്താണ് ഷോർട്ടായിട്ടുള്ളത്? എൻ്റെ അടുത്തുള്ളത് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെയാണ് വയ്ക്കുന്നത്. കൈ ഇങ്ങനെ വയ്ക്കുമ്പോൾ എന്താ? മൈ, എൻ്റെ. അപ്പോൾ അതുകൊണ്ട് വിളിക്കുന്ന പേരാണ് എന്ത്? മയോപ്പി. അപ്പോൾ ഷോർട്ട് സൈറ്റ് എന്ന് വെച്ചാൽ എൻ്റെ അടുത്തുള്ളത് കാണാൻ പറ്റും. എൻ്റെ എന്ന് പറയുമ്പോൾ മൈ, അപ്പോൾ മയോപ്പിയ. അപ്പോൾ മയോപ്പിയ ഷോർട്ട് സൈറ്റ്, മയോപ്പിയ ഷോർട്ട് സൈറ്റ്. ഓക്കെ ആണല്ലോ. ഇനി ശ്രദ്ധിച്ചോ. അപ്പോൾ മയോപ്പിയ ഞാനൊന്ന് വരയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണിൻ്റെ ലെൻസ് എന്ന് പറയും. ഇതാണ് നമ്മുടെ കണ്ണിൻ്റെ ലെൻസ് എന്ന് പറയും. ഇത് ഇവിടെ ആയിട്ടാണ് നമ്മുടെ എന്തിരിക്കുന്നത്? റെറ്റിന ഇരിക്കുന്നത്. ബാക്കിയൊന്നും ഞാൻ വരയ്ക്കുന്നില്ല. നോക്കണം, അടുത്തൊരു ഒബ്ജക്റ്റ് ഇരിക്കുക. അപ്പോൾ ഈ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് എന്ത് പറ്റും? ഇതാ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വന്ന് ഇവിടെ എത്തി. അതെന്ത് പറ്റി? തട്ടി കറക്റ്റ് റെറ്റിനായി ഫോക്കസായി. സോ ഷോർട്ടായിട്ടുള്ളത് എനിക്ക് കാണാൻ പറ്റും. ഇനി ദൂരേന്ന് വരുമ്പോൾ നമുക്കറിയാമല്ലോ, ദൂരേന്ന് വരുന്ന ലൈറ്റ് റേസ് എപ്പോഴും പാരലായിരിക്കും. അപ്പോൾ ദൂരേന്ന് വരുന്ന ലൈറ്റ് റേസ് വരുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്ക്, ഇത് റെറ്റിന വരെ എത്തത്തില്ല. ഇവിടെ വരെ എത്തത്തില്ല, റെറ്റിന വരെ എത്തത്തില്ല. റെറ്റിനയ്ക്ക് തൊട്ട് മുന്നേ ആയിരിക്കും അത് ഫോക്കസ് ചെയ്യുന്നത്. അതായത് റെറ്റിന വരെ എത്തുന്നില്ല. നിങ്ങൾക്ക് ഈ ഷോർട്ട്, നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് അല്ലേ, ഈ ഷോർട്ട് എന്ന് പറയുന്നതിന് ഒരു അർത്ഥമുണ്ട്. ഐ ആം ഷോർട്ട് ഓഫ് വേർഡ്സ് എന്ന് വെച്ചാൽ എന്താ? എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല എന്നാണ് അർത്ഥം. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഐ ആം ഷോർട്ട് ഓൺ മണി, എൻ്റെ കയ്യിൽ ആവശ്യത്തിന് കാശില്ല. സോ ഇല്ല, എത്തുന്നില്ല, അതാണ് അതിൻ്റെ ഷോർട്ടിൻ്റെ മറ്റൊരു അർത്ഥം. അപ്പോൾ ഇവിടെ പറ്റുന്നതും എന്താണ്? ഈ പറയുന്ന ലൈറ്റ് റൈസ് കൺവേർജ് ചെയ്തിട്ട് എവിടെ എത്തുന്നില്ല? റെറ്റിന വരെ അങ്ങടെ എത്തുന്നില്ല. അതിന് തൊട്ട് മുമ്പേ ഷോർട്ട് ഓഫ് റെറ്റിന അല്ലേ, റെറ്റിന വരെ എത്തുന്നില്ല. റെറ്റിനയ്ക്ക് തൊട്ട് മുന്നേ എന്ത് ചെയ്യുകയാണ്? ഫോക്കസ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൂരെയുള്ളത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ സംഭവം നോക്കടാ, ഞാൻ വരച്ചേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ. അടുത്ത് നിന്നുള്ള ലൈറ്റ് റേസ് ഏതാണ്ട് ലെൻസിൻ്റെ ഈ എൻഡിനടുത്തായിട്ട് ചെന്ന് തട്ടുന്നത്. സോ അതെന്ത് പറ്റും? കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യും. പക്ഷെ ദൂരെ നിന്ന് വരുന്നത് കണ്ടോ, ഇങ്ങ് അറ്റം വരെ എത്തുന്നില്ല. അപ്പോൾ എന്താണ് അത്? നേരെ എന്ത് പറ്റും? ഇവിടെ നേരെ അങ്ങോട്ട് ഫോക്കസ് ചെയ്യും. ഇവിടെ വരെ എത്തത്തില്ല, റെറ്റിന വരെ എത്തില്ല. ഇതാണ് കുഴപ്പം. ഇതാണ് കുഴപ്പമെന്ന് പറയുന്നത്. റെറ്റിന വരെ ഇത് എത്തുന്നില്ല. ഇതാണ് ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് ഓർത്ത് വയ്ക്കാൻ പറ്റുമോ? ഒരു ചെറിയ ട്രിക്ക് വെച്ചാൽ പറ്റും. ലെൻസ് വരയ്ക്കുക. അസുഖത്തിൻ്റെ പേരെന്താണ്? ഷോർട്ട് സൈറ്റ്. ഷോർട്ട് സൈറ്റിൽ എനിക്ക് എന്താ കാണാൻ പറ്റുന്നത്? എൻ്റെ അടുത്തുള്ളത് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ എന്നുള്ളതിൻ്റെതാണ് മൈ. സോ അസുഖത്തിന് മറ്റൊരു പേരാണ് മയോപ്പിയ. ഇനി എന്താ സംഭവം? ഷോർട്ട് എന്ന് ആലോചിക്കുക. എന്ന് വെച്ചാൽ അടുത്ത്, ഷോർട്ട് അടുത്ത്. ഷോർട്ട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത് അല്ലേ. ഇവിടെ വീടിൽ നിന്നും സ്കൂളും ഷോർട്ട് ഡിസ്റ്റൻസിലാണ്, തൊട്ടടുത്താണ്, അടുത്തെന്നാ മീനിങ്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഷോർട്ട് സൈറ്റിൽ നമുക്ക് ലെൻസിന് ഷോർട്ടായിട്ടുള്ളത് കാണാൻ പറ്റും. ഷോർട്ടായിട്ടുള്ളത് കാണാൻ പറ്റും. എന്ത് കാണാൻ പറ്റില്ല? ലോങ് ആയിട്ടുള്ളത് കാണാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? ഈ പറയുന്ന റേസ് എവിടെ പോകുന്നു? റെറ്റിനയ്ക്ക് ഷോർട്ടായിട്ടാണ്, അല്ലെങ്കിൽ ലെൻസിന് ഷോർട്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് എവിടെ വരെ പോകുന്നില്ല? റെറ്റിന വരെ പോകുന്നില്ല. അപ്പോൾ ലെൻസിൻ്റെ അടുത്താണ് ഫോക്കസ് ചെയ്യുന്നത്. ലെൻസിൻ്റെ അടുത്താണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എവിടെ വരെ പോകുന്നില്ല? റെറ്റിന വരെ പോകുന്നില്ല. സോ അതുകൊണ്ട് എന്താണ് ഈ അസുഖം ഉണ്ടാകുന്നത്? ഇതൊക്കെ എൻ്റെ കോഡുകളാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കിളി പറക്കുന്നതായിരിക്കും. സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ അങ്ങ് ആലോചിച്ച് ചോദിച്ചാൽ മതി, കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ എങ്ങനെ കറക്റ്റ് ചെയ്യാം? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഈ പറയുന്ന ഷോർട്ട് സൈറ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതതിൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്. ഇതുണ്ടാകുന്ന രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കണ്ണിൻ്റെ ഐബോൾ ഉണ്ടല്ലോ, ആ വട്ടത്തിൽ കാണുന്ന ഐബോൾ, ഇതിരിക്കുന്ന ഈ ഇരിക്കുന്ന ഐബോൾ, ഇതെന്താവും?
ഇതിൽ ലാർജ് ആവും ചിലർക്ക്. ഇതൊക്കെ ഐബോളിൻ്റെ വലിപ്പം കൂടും. അപ്പോൾ റെറ്റിന നോർമലി ഇരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി പുറകിലാവും അല്ലേ. അപ്പോൾ റൈസ് വന്ന് എന്ത് ചെയ്യത്തില്ല, റെറ്റിന വരെ എത്താതെ മുന്നേ വന്ന് ഫോക്കസ് ആകും. അല്ലെങ്കിൽ ലെൻസിൻ്റെ പവർ കുറച്ച് കൂടുതലായിരിക്കും. പവർ ഓഫ് ലെൻസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതായത് ലെൻസിൻ്റെ പവർ കൂടുമ്പോൾ എന്ത് പറ്റും, കൺവേർജിങ് ലെൻസ് ആയതുകൊണ്ട് കൂടുതൽ അടുത്തേക്ക് വരും. പവർ പഠിപ്പിച്ചു തന്നെയാണ് അല്ലേ. എന്ത് പറ്റും, കൂടുതൽ അടുത്തേക്ക് വരും അല്ലേ. ഇവിടെ ഇത്രയും ദൂരം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എന്താണ്, ഇത്രയും ദൂരം ഉണ്ടായിരുന്നുള്ളൂ. സോ പവർ കൂടി ഫോക്കൽ ലെങ്ത് കുറഞ്ഞു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ എങ്ങനെ കറക്റ്റ് ചെയ്യാം, പവർ ഒന്ന് കുറച്ചാൽ മതി. പവർ കുറയ്ക്കുക എന്ത് ചെയ്യണം, കോൺവെക്സ് ലെൻസ് അല്ലേ, അതിൻ്റെ പവർ കുറയ്ക്കുക എന്ത് ഉപയോഗിച്ചാൽ മതി, ഒരു കോൺകേവ് ലെൻസ് കൊണ്ടുവന്ന് വെച്ച് കൊടുത്താൽ മതി, ഒരു ഡൈവേർജിങ് ലെൻസ് കൊണ്ടുവന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇതാണ് നമ്മുടെ കണ്ണ്, ഇതാണ് റൈസ്, ഇത് വന്ന് ഇവിടെയാണ് ഫോക്കസ് ചെയ്ത്, റെറ്റിനയ്ക്ക് മുന്നെയാണ്, അതുകൊണ്ട് കാണാൻ പറ്റാത്ത. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ കണ്ണിൻ്റെ ലെൻസിന് മുന്നേ ആയിട്ട് ആരെ കൊണ്ടുവയ്ക്കും, ഒരു കോൺകേവ് ലെൻസിനെ കൊണ്ടുവയ്ക്കും. അപ്പോൾ ഇവ എന്ത് ചെയ്യും, ഇവൻ ആദ്യം ഈ റൈസിനെ ഒന്ന് ഡൈവേർജ് ചെയ്ത് ഈ ലെൻസിൻ്റെ അറ്റത്തേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ എന്ത് പറ്റും, കുറച്ചുകൂടെ ദൂരം കൂടിയിട്ട് വന്ന് എന്ത് ചെയ്യും, കറക്റ്റ് റെറ്റിനയിൽ ഫോക്കസ് ചെയ്യും. കണ്ടോ, ദൂരെ നിന്ന് വരുന്നത് ഇവിടെ ഫോക്കസ് ചെയ്ത്. അപ്പോൾ നമ്മൾ എന്ത് വെച്ചു, കോൺവെക്സ് വെച്ചപ്പോൾ എന്ത് പറ്റി, ഇവ ആദ്യം ഒന്ന് ഡൈവേർജ് ചെയ്ത് കൊടുത്തു. സോ ആ ഡൈവേർജിങ്ങിൻ്റെ എഫക്റ്റ് കാരണം കൃത്യം എവിടെ വരെ എത്തും, റെറ്റിന വരെ എത്തും. അപ്പോൾ മയോപ്പിയ കറക്റ്റ് ചെയ്യാൻ എന്തുപയോഗിക്കണം, കോൺകേവ് ലെൻസ് ഉപയോഗിക്കണം. എന്തുപയോഗിക്കണം, കോൺകേവ് ലെൻസ് ഉപയോഗിക്കണം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ തിരിച്ച് ലോങ് സൈറ്റ് ഇതുപോലെ നമുക്ക് പഠിച്ചു വെച്ചൂടെ, പഠിക്കാം. ലോങ് സൈറ്റ് എന്ന് വെച്ചാൽ എന്ത് കാണാൻ പറ്റും, ലോങ്ങിലുള്ളത് കാണാൻ പറ്റും, ഷോർട്ടായിട്ടുള്ളത് കാണാൻ പറ്റില്ല. ലോങ്ങിലുള്ളത് കാണാൻ പറ്റും, ക്യാൻ സി ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് ക്ലിയർലി ബട്ട് കനോട്ട് സി നിയർ ബൈ ഒബ്ജക്റ്റ് ക്ലിയർലി. അപ്പോൾ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തുള്ളത് മിനിമം ഡിസ്റ്റൻസ് 25. അപ്പോൾ 25 ഉള്ളത് കാണാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ അവിടെ നിയർ പോയിന്റ് വിഷൻ എന്ന് പറയുന്നത് 25-നേക്കാൾ കൂടുതലായിരിക്കും എന്നാണ് അർത്ഥം. അവിടെ നിയർ പോയിന്റ് വിഷൻ 25 കൂടുതലായിരിക്കും എന്നാണ് അർത്ഥം. അപ്പോൾ ലോങ് സൈറ്റ്. അപ്പോൾ ഇതെങ്ങനെ ഓർത്ത് വയ്ക്കാം, ആലോചിച്ച് നോക്ക്. ലോങ് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ലോങ്ങിലുള്ളത് കാണാൻ പറ്റും, ലോങ്ങിലുള്ളത് കാണാൻ പറ്റും. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് അടുത്തുള്ള കാണാൻ പറ്റാത്തത്, എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലെൻസിൽ നിന്നും ഇത് ഒരുപാട് ലോങ് ഡിസ്റ്റൻസിൽ പോയിട്ടായിരിക്കും കൺവേർജ് ചെയ്യുന്നത്. ലെൻസിൽ നിന്നും ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ റെറ്റിനയും കഴിഞ്ഞിട്ടായിരിക്കും പോയി എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റാത്തത്, കൃത്യമായിട്ട് കാണാൻ പറ്റാത്തത്. കണ്ടോ, റെറ്റിന കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലൈറ്റ് റേ വന്ന് ഫോക്കസ് ചെയ്യുന്നത്. അടുത്തുനിന്നുള്ള ലൈറ്റ് റേസ് വന്ന് ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്, റെറ്റിന കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് പറ്റാത്തത്. അപ്പോൾ ഷോർട്ട് സൈറ്റ് ആയിരുന്നപ്പോൾ എന്തായിരുന്നു സംഭവം, ഷോർട്ടായിട്ടുള്ളത് കാണാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ലോങ് കാണാൻ പറ്റാത്തത്, അത് റെറ്റിനയുടെ ഷോർട്ടിലാണ് ഇത് വന്ന് ഫോക്കസ് ചെയ്യുന്നത്. ഷോർട്ട് വെച്ച് ഓർത്ത് വയ്ക്കാം. എന്തുവാ ലോങ് സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോങ്ങിലുള്ളത് കാണാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ട് അടുത്തുള്ളത് കാണാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെൻസിൽ നിന്നും ലോങ് ആയിട്ടാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. സോ റെറ്റിനയും കടന്നു പോയിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ റെറ്റിനയും കടന്നു പോയി കഴിഞ്ഞാൽ റെറ്റിനയെ കൃത്യം ഇമേജ് ഫോം ചെയ്യത്തില്ല. അതാണ് പറ്റുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ടായത് ഉണ്ടാവാൻ ചാൻസ്, ഒന്ന് കണ്ണിൻ്റെ ഐബോൾ എന്താവും, ചുരുങ്ങും. അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ പവർ എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ പവർ കൂട്ടണം. എങ്ങനെ പവർ കൂട്ടാൻ പറ്റും, എന്ത് ചെയ്താൽ മതി, കണ്ണിലുള്ള ലെൻസ് ഏതാ, കോൺവെക്സ്. ഒരു കോൺവെക്സിനെ കൂടി ഇട്ട് കൊടുത്താൽ മതി, പവർ എന്ത് ചെയ്യും, കൂടും. ആലോചിച്ച് നോക്കിയേ, ഇവിടെ കണ്ടോ എന്ത് പറ്റി, ബാക്കിൽ പോയത്. അതായത് എന്താണ്, കൺവേർജിങ് കുറവാണ്. സോ നമ്മൾ ലെൻസ് വെച്ച് കൊടുക്കുമ്പോൾ എന്ത് പറ്റും, ഈ ലെൻസ് ആദ്യം ഒന്ന് കൺവേർജ് ചെയ്യും. അപ്പോൾ ആദ്യം ഒന്ന് കൺവേർജ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ലെൻസിന് അത്രയും കൺവേർജ് ചെയ്താലും കുഴപ്പമില്ല, കൃത്യം എവിടെ പോയി എത്തും, റെറ്റിനയിൽ പോയിട്ട് എത്തും. സെറ്റാണോ. അപ്പോൾ ഇതാണ് എന്ത്, കറക്ഷൻ എന്ന് പറയും. രണ്ട് അസുഖങ്ങൾ കൂടി ഒരുമിച്ച് പറയാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കേട്ടോളണം എന്താ പറയാൻ പോകുന്നത്. ആദ്യം ഷോർട്ട് സൈറ്റ് എന്ന് വെച്ചാൽ ഷോർട്ടായിട്ടുള്ളത് കാണാൻ പറ്റും, ലോങ് ആയിട്ടുള്ളത് കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് പറ്റാത്തത്, നമ്മുടെ ലെൻസ് ലെൻസിൻ്റെ അടുത്തുള്ളത് കാണാൻ നമുക്ക് പറ്റും. എന്തുകൊണ്ടാണ് ദൂരെയുള്ള കാണാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം, ദൂരെയുള്ള കാണാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ലെൻസ് വരുന്ന റേസിനെ ഈ പറയുന്ന ലെൻസിൻ്റെ അടുത്തേക്ക് അല്ലേ, ഷോർട്ടാണ്, അടുത്തേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് എവിടെ വരെ എത്തുന്നില്ല, റെറ്റിന വരെ എത്തുന്നില്ല. ഇതാണ് കാര്യം. ഇത് എന്തൊക്കെ കൊണ്ട് സംഭവിക്കാം, ഒന്ന് നമ്മുടെ ഐബോൾ വലുതായിപ്പോയി, അതുകൊണ്ട് സംഭവിക്കാം. അല്ലെങ്കിൽ എന്ത് പറ്റി, ഈ ലെൻസിൻ്റെ പവർ കൂടുതലാണ്, അതുകൊണ്ട് കൂടുതലായിട്ട് എന്ത് ചെയ്തു, കൺവേർജ് ചെയ്തു, അതുകൊണ്ട് സംഭവിക്കാം. അപ്പോൾ എങ്ങനെ കറക്റ്റ് ചെയ്യണം, പവർ കുറയ്ക്കണം അല്ലേ. അകത്തിരിക്കുന്ന കോൺവെക്സ് ആണ്, കോൺവെക്സിൻ്റെ പവർ കുറയ്ക്കാൻ അവൻ്റെ എതിരാളിയെ കൊണ്ടുവരണം. ആരെ കൊണ്ടുവരണം, കോൺകേവിനെ കൊണ്ടുവരണം. സെറ്റാണ്. ഇനി എന്താണ് ലോങ് സൈറ്റഡ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോങ് ഉള്ളത് കാണാൻ പറ്റും, ഷോർട്ട് ഉള്ളത് കാണാൻ പറ്റത്തില്ല. എന്തായിരിക്കും കാരണം, ലെൻസ് ഉണ്ട്. എവിടെയുള്ള കാണാൻ പറ്റും, ലോങ്ങിലുള്ളത് കാണാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് അടുത്തുള്ള കാണാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ചാൽ, അടുത്തുനിന്ന് വരുന്ന ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ലെൻസിനേക്കാൾ ഒരുപാട് ലോങ്ങിൽ പോയിട്ട് എന്ത് ചെയ്യുന്നത്,
കൺവേർജ് ചെയ്യുന്നത്. അപ്പോൾ റെറ്റിന കടന്നു പോകും. അപ്പോൾ ആര് കടന്നു പോകും? റെറ്റിന കടന്നു പോകും. അതുകൊണ്ടാണ് പറ്റാത്തത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതെന്തൊക്കെ കൊണ്ടാണ് സംഭവിക്കുന്നത്? ഒന്ന്, ഐബോൾ ചെറുതാവുന്നതുകൊണ്ടാണ്. അപ്പോൾ എന്ത് പറ്റും? റെറ്റിനയും കടന്ന് പുറകെ പോകും. അല്ലെങ്കിൽ ലെൻസിൻ്റെ പവർ കുറയും. അപ്പോൾ എങ്ങനെ ചികിത്സിക്കാൻ പറ്റും? പവർ കൂട്ടണം. ആരെ കൊണ്ടുവരണം? അവൻ്റെ കൂട്ടുകാരനെ കൊണ്ടുവരണം. ആരാണ്? അതേപോലെ ഒരു കോൺവെക്സിനെ കൊണ്ടുവരണം. അപ്പോൾ എന്ത് പറ്റും? ഇവൻ ആദ്യം ഒരു തവണ ഫോക്കസ് ചെയ്യും അല്ലേ? ഇവൻ ആദ്യം ഒരു തവണ ഫോക്കസ് ചെയ്തിട്ടാണ് ഇവിടെ പോകുന്നത്, രണ്ടാമത്തെ ലെൻസിൽ പോകുന്നത്. സോ അവൻ കുറച്ച് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ മതിയാവും, കൃത്യം എവിടെ എത്തും? നമ്മുടെ റെറ്റിനയിൽ കൊണ്ടുപോയി എത്തും. ഇതാണ് 2 അസുഖങ്ങൾ. സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ അസുഖം പ്രായമായവരിലുണ്ടാവുന്ന പ്രസ്ബയോപ്പിയ. പ്രായമായവരിലുണ്ടാകുന്ന പ്രസ്ബയോപ്പിയ. കാരണം ഇത് പ്രായമായിട്ടുള്ള ആൾക്കാരല്ല സംഭവിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കറിയാലോ, നമ്മുടെ കണ്ണിലെ ലെൻസിനെ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നത് സീലിയറി മസിലാണ്. സോ ഈ സീലിയറി മസിലിൻ്റെ എഫിഷ്യൻസി പ്രായം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? കുറയും. അതിനാ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല ലെൻസ് ഉണ്ടാക്കിയിട്ടുള്ള ജെല്ലിലേക്ക് മെറ്റീരിയലിൻ്റെ ഇലാസ്റ്റിസിറ്റി എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഈ 2 കാരണങ്ങൾ ഉണ്ടാകുന്നത് കാരണം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പവർ ഓഫ് അക്കോമഡേഷൻ കുറയും. എന്ത് കുറയും? പവർ ഓഫ് അക്കോമഡേഷൻ കുറയും. അതുകൊണ്ട് നമുക്ക് നേരെ അടുത്തുള്ളതും വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല, ദൂരെയുള്ളതും കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പറയാറുണ്ട് പ്രായമായവർക്ക് കാഴ്ച കുറവാകുന്ന അവസ്ഥ. ഇതിനെയാണ് പ്രസ്ബയോപ്പിയ എന്ന് വിളിക്കുന്നത്. ഇതാണ് വിളിക്കുന്നത് പ്രസ്ബയോപ്പിയ. ഇതിൻ്റെ കറക്ഷൻ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനില്ല, എങ്കിലും നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചോ. നമ്മൾ ബൈഫോക്കൽ ലെൻസുകളാണ് ഉപയോഗിക്കുന്നത്. എന്താ ഉപയോഗിക്കുന്നത്? ബൈഫോക്കൽ ലെൻസ് ഉപയോഗിക്കും. നിങ്ങൾ ചില അപ്പൂപ്പന്മാരെ അമ്മമാരെ കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഈ കണ്ണാടിക്കകത്താണെങ്കിൽ ഒറ്റ ലെൻസാണ്. ഒറ്റ ലെൻസ്. എന്നാൽ ചില ആൾക്കാർ ഈ ലെൻസിൻ്റെ ഈ താഴത്തെ ഭാഗത്തായിട്ട് ചെറിയൊരു വട്ടം കാണും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ കുറച്ച് നമ്മുടെ മാഗ്നിഫയിങ് ഗ്ലാസ്സിലൊക്കെ കാണുന്ന പോലത്തെ ഒരു കട്ടിയുള്ള ലെൻസ് പോലത്തെ ഒരു കുട്ടി ഭാഗം ഇവിടെ ഇങ്ങനെ ഉണ്ടാകും. അങ്ങനെ വരുന്ന ലെൻസാണ് ബൈഫോക്കൽ ലെൻസ്. എന്ന് വെച്ചാൽ 2 ഫോക്കസും അവിടെ ഉണ്ടെന്നാണ് അർത്ഥം. അതിനകത്തൊരു കോൺകേവ് ലെൻസും ഉണ്ടാവും, ഒരു കോൺവെക്സ് ലെൻസും ഉണ്ടാവും. അപ്പോൾ ദൂരെയുള്ളത് കാണാൻ മുകളിൽ കൂടി നോക്കുക, അടുത്തുള്ളത് കാണാൻ ഈ താഴെ കൂടെ നോക്കുക. ഇതാണ് സംഭവം. പഠിക്കാനില്ല, എങ്കിലും അറിഞ്ഞു വെച്ചോ. ഇതാണ് പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്ത് പറ്റും? ഫോർ ഓൾഡർ പീപ്പിൾ, distance to the near point vision may be more than 25 centimeter. This is because the efficiency of the ciliary muscles decreases. അല്ലേ? എഫിഷ്യൻസി കുറയുന്ന കാരണം ഇൻഫിനിറ്റിയും കാണാൻ പറ്റത്തില്ല. നിയർ പോയിന്റ് വിഷൻ എന്ന് പറയുന്നത് 25-നേക്കാൾ എന്തായിരിക്കും? കൂടുതലും ആയിരിക്കും. ഈ അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രസ്ബയോപ്പിയ എന്ന് വിളിക്കുന്നത്. അതാണ് 3 കണ്ണിൻ്റെ അസുഖം. ചാപ്റ്റർ തീർന്നു. ലാസ്റ്റ് ഭാഗം ലൈറ്റ് പൊല്യൂഷൻ. അധികമായി കഴിഞ്ഞാൽ അമൃതം വിഷമാണെന്ന് പറയുന്ന പോലെയാണ് ലൈറ്റ് പൊല്യൂഷൻ്റെ കാര്യത്തിൽ പറയുന്നത്. ലൈറ്റ് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്. പക്ഷേ ലൈറ്റ് അമിതമായി കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ ലൈറ്റ് പൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇറ്റ് റെഫേഴ്സ് ടു ദ ക്രിയേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഇൻ എക്സസ് എമൗണ്ട് ആൻഡ് ഇൻറ്റൻസിറ്റി. സോ ആവശ്യത്തിൽ കൂടുതൽ അമൗണ്ടിൽ, അതുപോലെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റുകൾ, അതായത് നമ്മൾ ഈ കാണുന്ന ബൾബും ഫാനും ഒക്കെ, അല്ലെങ്കിൽ ബൾബ് ഫാനല്ലല്ലോ, ബൾബും മറ്റ് ലൈറ്റുകളൊക്കെ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സിറ്റികളിലൊക്കെ രാത്രി ആയാലും സിറ്റിയിലുള്ള ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുമായിരിക്കും. ഓഫീസുകൾ പലതും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. IT കമ്പനികളൊക്കെ അല്ല അമേരിക്കൻ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ എപ്പോഴും ലൈറ്റ് ഇട്ട് വെച്ചേക്കും. പക്ഷെ നമ്മുടെ പ്രകൃതിയുടെ രീതി അനുസരിച്ച് സൂര്യനുള്ളപ്പോൾ ലൈറ്റ് വേണം, അല്ലാത്തപ്പോൾ ലൈറ്റ് വേണ്ടെന്നാണ്. പോട്ടെ, രാത്രി കുറച്ച് നേരം വരെ നമ്മൾ ലൈറ്റ് ഇട്ടാലും കുഴപ്പമില്ല. എങ്കിലും ഈ ലൈറ്റ് അമിതമായിട്ട് നമ്മളിങ്ങനെ ഇട്ട് വെച്ചേക്കുന്ന കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിയേ, ഈ നൊക്ടേണൽ ആനിമൽസ്, രാത്രി കാലങ്ങളിൽ ജീവിക്കുന്ന എണീറ്റ് കിടക്കുന്ന മൃഗങ്ങളുണ്ടല്ലോ, വവ്വാല് കണക്കുള്ള സാധനങ്ങൾ, ഇതിനെയാണ് നമ്മൾ നൊക്ടേണൽ ആനിമൽസ് എന്ന് വിളിക്കുന്നത്. ഇവരുടെ ലൈഫിന് ഇത് അഡ്വേഴ്സ് ആയിട്ട് എന്ത് ചെയ്യും? ബാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ പറയുന്ന ജന്തുക്കൾക്ക് രാത്രിയാണ് ഇറങ്ങി നടക്കാൻ പറ്റുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? രാവിലെയുള്ള പ്രകാശം ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും. പക്ഷേ ഈ രാവിലെയും രാത്രിയും നമ്മൾ ലൈറ്റ് ഇട്ട് വെച്ചേക്കുമ്പോൾ എന്ത് പറ്റും? ഇതിന് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. അങ്ങനെ തന്നെ ലൈഫ് സൈക്കിളിനെ അഫക്റ്റ് ചെയ്യും. മാത്രമല്ല, നമ്മൾ ആൾക്കാർക്ക് ഇത് പറ്റും. നമ്മൾ രാത്രി അധികം ലൈറ്റ്, നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഉറക്കം വരത്തില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ രാത്രി കാലങ്ങളിൽ സൂര്യപ്രകാശം പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില ഹോർമോണുകൾ ഉണ്ടാക്കും. സെറോട്ടോണിൻ എന്നൊക്കെയാണ് ഹോർമോണിൻ്റെ പേര്. ഈ ഹോർമോണുകളാണ് നമ്മളെ ഉറക്കം വരാനായിട്ട് സഹായിക്കുന്നത്. പക്ഷേ കണ്ണിലോട്ട് എപ്പോഴും ഈ അമിത പ്രകാശം അടിക്കുന്നത് കാരണം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹോർമോണുകളുടെ പ്രൊഡക്ഷൻ കുറയും. അത് കുറയുന്ന കാരണം എന്ത് പറ്റും? നമുക്ക് പെട്ടെന്ന് ഉറക്കം വരത്തില്ല. അത് നമ്മുടെ മെൻ്റലി, അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയൊക്കെ എന്ത് ചെയ്യും? അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് പ്രശ്നം എന്ന് പറയും. ഓക്കെ. അപ്പോൾ ലൈറ്റ് അമിതമായി കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യം അല്ല. ഓക്കെ. അപ്പോൾ ഇനി എന്തൊക്കെ ലൈറ്റ് പൊല്യൂഷൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ? ഒന്ന്, രാത്രി വണ്ടി ഓടിക്കുന്നവർക്ക് അറിയാൻ പറ്റും അല്ലേ, ഈ വണ്ടികളിലൊക്കെ ആവശ്യമില്ലാത്ത ലൈറ്റുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, പ്രൊജക്ടറും അല്ലെ, അങ്ങനെ കുറേ ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഹൈ ബീം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മുടെ കണ്ണ് ചിമ്മുമെന്നല്ലേ പറയുന്നത്? അല്ലേ. അപ്പോൾ എന്ത് പറ്റും? അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ നോക്കി, ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻസ് ഡിഫിക്കൽട്ടായിരിക്കും. അതായത് ഈ രാത്രി നക്ഷത്രങ്ങളെ പറ്റി ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത്, ഇപ്പോൾ നമുക്ക് സൂര്യപ്രകാശം ഉള്ളപ്പോൾ അത് പഠിക്കാൻ പറ്റത്തില്ല.
അപ്പോൾ രാത്രി കാലങ്ങളിലാണ് ഇവർ ടെലസ്കോപ്പൊക്കെ ഉപയോഗിച്ച് കാര്യങ്ങൾ പഠിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ പറയുന്ന ലൈറ്റുകൾ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കാരണം, രാത്രി സമയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാരണം ആകാശത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ടിൻഡൽ എഫക്റ്റും സ്കാറ്ററിങ്ങും ഒക്കെ കാരണം ക്ലിയർ സ്കൈ ഉണ്ടാകത്തില്ല. എപ്പോഴും ഒരു പ്രകാശം കയറി വരുന്ന കാരണം ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻസ് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഈ വലിയ വലിയ ബിൽഡിങ്ങുകളുടെയും ടവറുകളുടെയും മുകളിലൊക്കെ ഈ ലൈറ്റ് ഇട്ടേക്കുന്ന കാരണം മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന പക്ഷിയൊക്കെ വഴിതെറ്റും. കാരണം ഈ മൈഗ്രേറ്ററി ബേർഡ്സ് ഒരു കോണ്ടിനെൻറ്റിൽ നിന്ന് മറ്റൊരു കോണ്ടിനെൻറ്റ് വരെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇതിന് വഴി പറഞ്ഞു കൊടുക്കാൻ GPS ഗൂഗിൾ മാപ്പും ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് പോകുന്നത്? നക്ഷത്രങ്ങളുടെയൊക്കെ പൊസിഷൻസ് നോക്കിയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ ഈ വലിയ ടവറുകളുടെയും ബിൽഡിങ്ങുകളുടെയും ലൈറ്റ് കാരണം ഇതിന് എന്ത് പറ്റും? അതിനറിയില്ലല്ലോ അത് നക്ഷത്രമാണോ അതോ ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ ലൈറ്റാണോ എന്ന്. അതിന് കൺഫ്യൂഷൻ പറ്റി അത് തെറ്റിപ്പോവും. ആഫ്രിക്കയിൽ നിന്ന് അന്റാർട്ടിക്ക എത്തേണ്ട കിളി എന്ത് പറ്റും? ആഫ്രിക്കയിൽ നിന്ന് എത്തുന്നത് ഏഷ്യയിലായിരിക്കും. ആ കാലാവസ്ഥയിലും ജീവിക്കാൻ പറ്റത്തില്ല. അതുങ്ങൾ എന്ത് ചെയ്യും? വംശനാശം വന്നു പോകും. അപ്പോൾ ഇതൊക്കെയാണ് ബുദ്ധിമുട്ട്. കണ്ടോ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്തുമാത്രം ബുദ്ധിമുട്ട് ലൈറ്റ് അധികം ഉപയോഗിക്കുന്നുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഇനി വേണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ എക്കോസിസ്റ്റത്തിന് എഫക്റ്റ് ചെയ്യുമെന്ന് വേണമെങ്കിൽ ഒരു പോയിന്റ് ആഡ് ചെയ്യാം. എനർജി വേസ്റ്റ് ആവുന്നുണ്ട് അല്ലേ, അങ്ങനെ ഒരു പോയിന്റ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അങ്ങനെ എന്തൊക്കെ പോയിന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. സോ ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നല്ലൊരു കാര്യമാണോ? അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം ലൈറ്റിൻ്റെ ആവശ്യമില്ലാത്ത ഉപയോഗങ്ങൾ കുറയ്ക്കണം. ഓക്കെ, എനർജി സേവ് ചെയ്യണം. അതുപോലെ മറ്റ് പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടുപിടിക്കണം. അപ്പോൾ സിമ്പിൾ ചാപ്റ്റർ എന്ത് ചെയ്യാണ്, അവസാനിക്കുകയാണ്. ഇനി ലെറ്റസ് അസസ് ഭാഗമാണ്. അതിൻ്റെ ക്ലാസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പറഞ്ഞല്ലോ ഫസ്റ്റ് ടേം എക്സാമിന് ടോപ്പിക്കാവും. പിന്നെ റിവിഷൻ ക്ലാസ്സുകളും വൺ ഷോട്ട് റിവിഷനും മാക്സിമം ചോദ്യങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകളായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. സോ അതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.